നമസ്കാരം. ചെങ്കടലിൽ എണ്ണക്കപ്പലുകളിൽ ട്രംപിൻ്റെ മനുഷ്യക്കുരുതി. ഹോർമുസിൽ കപ്പലുകളെ തീഗോളമാക്കി അമേരിക്കൻ പട. പശ്ചിമേഷ്യ വീണ്ടും കത്തിച്ചാമ്പലാകുന്നു. ഇറാനെതിരെ ഈ കഴിഞ്ഞ രാത്രിയിലും US വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുന്നു. യുദ്ധത്തിന് ശമനമാകുന്നില്ല. കുവൈറ്റിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഇറാൻ്റെ പട. ഹോർമുസിൽ 2 എണ്ണക്കപ്പലുകളിൽ ശക്തമായിട്ടുള്ള സ്ഫോടനത്തെ തുടർന്ന് തീ പടർന്ന് പിടിച്ചതായിട്ട് IRGCയുടെ റിപ്പോർട്ടുകൾ. ഹോർമുസിൽ കപ്പലുകളെ തീഗോളമാക്കി അമേരിക്കൻ പട കുതിപ്പ് തുടരുന്നു. ചെങ്കടലിൽ എണ്ണക്കപ്പലുകളിൽ ട്രംപിൻ്റെ മനുഷ്യക്കുരുതി കണ്ട് അന്ധാളിച്ചു പോകുന്ന ഇറാനിയൻ പട. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പ്രക്ഷുബ്ധമായി തുടരുന്നതിനിടയിൽ ഇറാന് നേരെ കഴിഞ്ഞ രാത്രിയിലും അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം നടത്തി US സേന മുന്നോട്ട് കുതിക്കുകയാണ്. അതേസമയം മേഖലയിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇറാൻ കുവൈറ്റ് നേരെയും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു. ഇതോടെ പശ്ചിമേഷ്യൻ മേഖല പൂർണ്ണമായിട്ടും യുദ്ധഭീതിയിലായി. ഇറാൻ്റെ പ്രകോപനമില്ലാത്ത ആക്രമണങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ US സെൻട്രൽ കമാൻഡ് ഇറാൻ്റെ സൈനിക കമാൻഡ് സെൻറ്ററുകൾ, മിസൈൽ വിക്ഷേപണ താവളങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പുതിയ ഘട്ട ആക്രമണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഇറാൻ്റെ നാവികശേഷി പൂർണ്ണമായിട്ടും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോഴും അമേരിക്കൻ സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണം അയൽ രാജ്യമായിട്ടുള്ള കുവൈറ്റിലേക്കും വ്യാപിപ്പിക്കുകയാണ് ഇറാൻ. കുവൈറ്റിന് നേർക്കുവന്ന ഇറാനിയൻ ഡ്രോണുകളെയും മിസൈലുകളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യോമാതിർത്തിയിൽ വെച്ച് തന്നെ വിജയകരമായിട്ട് തകർത്തതായിട്ട് കുവൈറ്റ് സൈനിക വക്താക്കൾ അറിയിക്കുന്നതും ഈ യുദ്ധത്തിൻ്റെ ശേഷി എത്രത്തോളം ഉണ്ട് എന്ന് വിളിച്ചോതുന്നതാണ്. ജോർദാനിൽ US സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നാലെ ഇറാന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ആരും മറന്നിട്ടില്ല. എന്നാൽ തങ്ങൾ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണ് എന്നും തിരിച്ചടി തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കിയതോടെ മേഖലയിലെ സംഘർഷത്തിന് അയവ് വരാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഹോർമുസും പ്രക്ഷുബ്ധമാണ്. ഹോർമുസ് കടലിടുക്കിലെ വ്യോമനാവിക പാതകളെ അശാന്തമാക്കിക്കൊണ്ട് US ഇറാൻ സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ പ്രക്ഷുബ്ധമാവുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ അതിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 എണ്ണക്കപ്പലുകളിൽ ശക്തമായിട്ടുള്ള സ്ഫോടനം ഉണ്ടാകുന്നു. വലിയ തീപിടുത്തമുണ്ടാകുന്നു. അഗ്നിഗോളമായിട്ട് തീരുന്നു. ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കപ്പലുകളിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ മേഖലയിൽ അമേരിക്കൻ വികൃതികൾ തുടരുന്നിടത്തോളം കാലം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുമെന്നും ഇവിടെ നിന്ന് എണ്ണയോ വാതകമോ രാസവളങ്ങളോ കയറ്റുമതി ചെയ്യുവാൻ അനുവദിക്കില്ല എന്നും IRGC മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാൻ്റെ ഈ മുന്നറിയിപ്പ് കൂടി വരുന്നതുകൂടി ആക്രമണം ഇനിയും ശക്തമാകും എന്നുള്ള കാര്യം ഉറപ്പായി. ഇറാനിലെ വിവിധ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിവന്ന പുതിയ ഘട്ട വ്യോമാക്രമണങ്ങൾ പൂർത്തിയായതായിട്ട് US സെൻട്രൽ കമാൻഡ് അറിയിക്കുമ്പോഴും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ തടയുന്നതിനും അവരുടെ സൈനിക ശേഷി തകർക്കുന്നതിനുമായിട്ടാണ് ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയതെന്ന് US വ്യക്തമാക്കുകയാണ്. ഇറാൻ്റെ സൈനിക കമാൻഡ് സെൻറ്ററുകൾ, നാവിക പ്രതിരോധ സേനകൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ താവളങ്ങൾ എന്നിവയൊക്കെ പൂർണ്ണമായിട്ടും തകർത്തെന്ന് സെൻട്രൽകോം അവകാശപ്പെടുന്നു. US-ൻ്റെ തിരിച്ചടി എന്ന് പറയപ്പെടുന്ന ശക്തമായി തുടരുമ്പോഴും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാര ആവശ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ട് എന്ന് സെൻട്രൽകോം അവകാശപ്പെടുമ്പോഴും സത്യത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നതാണ്. കഴിഞ്ഞ മെയ് മാസം മുതൽ ഇതുവരെ 900ഓളം വാണിജ്യ കപ്പലുകളുടെയും 45 കോടി ബാരൽ ക്രൂഡ് ഓയിലിൻ്റെയും സുരക്ഷിതമായിട്ടുള്ള നീക്കത്തിന് US സൈന്യം സഹായം നൽകിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്നു എന്നുള്ളത് ശരിയല്ല. അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നാവികർക്കും കപ്പലുകൾക്കും നേരെ ഇറാൻ നടത്തുന്ന അനാവശ്യ അതിക്രമങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ അമേരിക്കൻ സൈന്യം പൂർണ്ണ സജ്ജരാണ് എന്നും അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിനെതിരെ ഇപ്പോൾ ഈ ഡെമോക്രാറ്റുകൾ ഇറാനെതിരെയുള്ള US സൈനിക നടപടികൾ ഉടനടി പിൻവലിക്കണമെന്ന ആവശ്യവുമായിട്ട് മുൻനിര ഡെമോക്രാറ്റിക് നേതാവും US-ൻ്റെ സെനറ്റ് ന്യൂനപക്ഷ നേതാവുമായിട്ടുള്ള ചക് ഷുമർ രംഗത്തെത്തുന്ന കാഴ്ചയും കാണേണ്ടി വരുന്നു. അപ്പോൾ നാവികർക്കും കപ്പലുകൾക്കും നേരെ ഇറാൻ നടത്തുന്ന അനാവശ്യ അതിക്രമങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ അമേരിക്കൻ സൈന്യം യുദ്ധം അഴിച്ചുവിടുമ്പോൾ ആ യുദ്ധത്തിനെ എതിർക്കുന്ന ഡെമോക്രാറ്റുകൾ അമേരിക്കയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന ഓരോ നിമിഷവും അമേരിക്കൻ സൈനികരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാവുകയാണ് എന്നാണ് ചക് ഷുമർ വ്യക്തമാക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമമായിട്ടുള്ള X-ലൂടെയാണ് ഷുമർ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനും അമേരിക്കൻ സൈന്യത്തെ തിരികെ വിളിക്കാനും ആവശ്യപ്പെട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയെ കൊണ്ട് സെനറ്റിൽ വീണ്ടും വോട്ടെടുപ്പ് ചെയ്യിപ്പിക്കുവാനാണ് ഇപ്പോൾ ഷുമർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇനി അത് തുടരാനാകില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത് ചക് ഷുമർ അടക്കം കുറിച്ചു വെക്കുകയാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന വാർ പവേഴ്സ് പ്രമേയം അത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അത്തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയില്ലാതെ ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന വാർ പവേഴ്സ് പ്രമേയം അത് നമ്മൾ കേട്ടിട്ടുണ്ട്.
പല വാർത്തകൾ അത്തരത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന വാർ പവേഴ്സ് പ്രമേയം US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. തുടർന്ന് ജൂൺ 24 സെനറ്റിലും ആ പ്രമേയത്തിന് അംഗീകാരം ലഭിച്ചിരുന്നതാണ്. ഡെമോക്രാറ്റുകൾക്കൊപ്പം 4 റിപ്പബ്ലിക്കൻ സെനറ്റർമാർ കൂടി പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്യുകയായിരുന്നു അന്ന്. അപ്പോൾ ഇതോടുകൂടി പ്രമേയത്തെ പിന്തുണച്ച് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതോടെ വിഷയത്തിൽ 10ാം തവണയാണ് സെനറ്റ് വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ്. എന്നാൽ ജനപ്രതിനിധികളുടെയും സെനറ്റിൻ്റെയും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ നിലനിൽക്കെ അപ്പോൾ തന്നെ ട്രംപ് ഭരണകൂടം ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങളും സൈനിക നടപടികളും തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം വീണ്ടും ശക്തമാകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടെയാണ് ജോർദാനിലെ മുവാഫാഖ് സാൽത്തി താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട US സൈനികരുടെ വിവരങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിരിക്കുന്നത്. ടെക്സാസ് സ്വദേശി പൈലറ്റ്സ് ഇസബെല്ല ഗോൺസാലസ്, ഹവായി സ്വദേശിയായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ ജെയിംസ് ഹീഹാൻ എന്നീ സൈനികരുടെ വിവരങ്ങളാണ് ഇപ്പോൾ US പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടത്. അമേരിക്കയുമായി ഇപ്പോൾ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലാണ് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചതും അതിനിടയിലാണ്. ബഹ്റൈൻ, ജോർദാൻ, സിറിയ എന്നിവിടങ്ങളിലെ US അനുബന്ധ ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു. ജോർദാൻ സൈന്യം 3 ഇറാനിയൻ മിസൈലുകൾ വെടിവെച്ചിട്ടിരിക്കുന്നു. സംഘർഷം രൂക്ഷമായി തുടരുമ്പോഴും മധ്യസ്ഥർ മുഖേനയുള്ള നയതന്ത്ര സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് എന്ന് ടെഹ്റാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. സമാധാന ശ്രമങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇപ്പോഴും അകലെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയട്ടെ, പശ്ചിമേഷ്യ വീണ്ടും കത്തിച്ചാമ്പലാവുകയാണ്. ഇറാനെതിരെ 10ാമത്തെ രാത്രിയിലും US വ്യോമാക്രമണം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിന് ശമനമില്ലാതാകുന്നു. കുവൈറ്റിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന ഇറാൻ പട ഹോർമൂസിൽ 2 എണ്ണക്കപ്പലുകളിൽ ശക്തമായിട്ടുള്ള സ്ഫോടനത്തെ തുടർന്ന് തീ പടർന്ന് പിടിച്ച് അഗ്നിഗോളമായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നു. ഹോർമൂസിൽ കപ്പലുകളെ തീഗോളമാക്കി അമേരിക്കൻ പട കുതിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ ചെങ്കടലിൽ എണ്ണക്കപ്പലുകളിൽ ട്രംപിൻ്റെ മനുഷ്യക്കുരുതി കണ്ട് അന്താളിച്ചു പോകുന്ന ഇറാനിയൻ പടയും കാണേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതുകൊണ്ട് തന്നെ പറയട്ടെ, പശ്ചിമേഷ്യ വീണ്ടും കത്തിച്ചാമ്പലാവുകയാണ്. യുദ്ധത്തിന് വിരാമമാകുന്നില്ല. പൂർണ്ണ വിരാമമിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.